താമരക്കുളം ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിക്കായി മൃഗസംരക്ഷണ വകുപ്പ് അനുവദിച്ച 40 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുഴുവൻ പശുക്കളെയും ഇൻഷുറൻസ് ചെയ്യുന്ന സമഗ്ര ഇൻഷുറൻസ് പദ്ധതി സർക്കാരിൻ്റെ ആലോചനയിലാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. പശുക്കളെ വാങ്ങാൻ പലിശയില്ലാത്ത ലോണുകൾ നൽകും. സഹകരണ ബാങ്കുകൾ വഴി അപേക്ഷ നൽകുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് ലോണുകൾ അനുവദിക്കുന്നത്. ക്ഷീരകർഷകർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കടക്കം ക്ഷീരകർഷകരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ ക്ഷീരസംഘങ്ങളിൽ നിന്നുള്ള മികച്ച കർഷകരെയും മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. അത് നമ്മുടെ കേരളത്തിനകത്തേക്ക് ഇത്തരത്തിലുള്ള തീറ്റകൾ കടന്നു വരുമ്പോൾ ഏതെങ്കിലും പശുക്കൾ അത് കഴിച്ച് മരിച്ചാൽ അവരെ ശിക്ഷിക്കുവാനുള്ള നടപടി നമ്മുടെ ഈ പുതിയ നിയമത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നു. ഒരു പശു മരണപ്പെട്ടാൽ പകരം പശുവിനെ കൊടുക്കത്തക്ക നിലയിലുള്ള നിയമവും ഞങ്ങൾ കേരളത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രാവർത്തികമാക്കി ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പുറത്തുനിന്നുള്ള തീറ്റ അത് ഏത് തീറ്റയാണെന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയണം. ആ തീറ്റയിൽ എന്തൊക്കെ അവർ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ആ ചാക്കിൻ്റെ പുറത്ത് തന്നെ പ്രദർശിപ്പിക്കണം. അങ്ങനെയുള്ളത് മാത്രമേ ഇനി കേരളത്തിലേക്ക് തീറ്റ കൊണ്ടുവരുവാൻ പാടുള്ളൂ എന്ന തരത്തിലേക്ക് ഞങ്ങൾ പോകുകയാണ്. അപ്പോൾ പിന്നെ ഈ വേണ്ടാത്ത തീറ്റകളൊന്നും കേരളത്തിലേക്ക് കടന്നു കയറില്ല. നമ്മുടെ പശുക്കൾ നമുക്കറിയാം പലവിധ രോഗത്താൽ മരണപ്പെടുന്ന പശുക്കളാണ്. ഇപ്പോൾ ഇവിടെ ആരോ സൂചിപ്പിച്ചു, അടുത്ത് കുറച്ച് കോഴികളെ കൊടുത്തു, കോഴികളെല്ലാം ചത്തുപോയി. പക്ഷേ അത് പ്രൈവറ്റുകാർ വളർത്തുന്ന എവിടെ നിന്ന് വന്നു? തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഈ രോഗം മുഴുവൻ വിളിച്ചു വരുത്തുന്ന അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ പശുക്കളെ കൊണ്ടുവരുന്നു, ആടുകളെ കൊണ്ടുവരുന്നു. ചില പശുവിന് 1 ലക്ഷം രൂപ കൊടുത്ത് നമ്മളിവിടെ കൊണ്ടുവരുമ്പോൾ ഒരാഴ്ച ചിലപ്പോൾ പാലൊക്കെ തരും, പക്ഷെ പെട്ടെന്ന് ആ പശു മരണപ്പെടുന്നത്. അപ്പോൾ വിവിധതരം അസുഖങ്ങളുള്ള പശുക്കളെ നമ്മുടെ പശുക്കളുടെ കൂടെ കൊണ്ടുവന്ന് ചേർത്ത് കഴിഞ്ഞാൽ ആ പശുക്കൾ കൂടി അസുഖം വരികയാണ്. അതേ നിലയ്ക്കാണ് ഈ കോഴികൾ. നമ്മുടെ കേരളത്തിൽ പൗൾട്രി കോർപ്പറേഷനുണ്ട്. ലക്ഷക്കണക്കിന് കോഴികളെയാണ് ഓരോ മാസവും നമ്മൾ ഇറക്കുന്നത്. ആ കോഴികൾ നമ്മുടെ കേരളത്തിൽ തന്നെ കോഴികളെ മുട്ടയിടിയിച്ചു അവിടെ തന്നെ മുട്ട വിരിയിച്ചെടുക്കുന്ന തരത്തിലേക്കാണ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സ്കീം വെച്ചാൽ അവർക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള കോഴികളെ കിട്ടും. നമുക്ക് ആലപ്പുഴയിൽ തന്നെ ഹാച്ചറി ഉണ്ട്. ആ ഹാച്ചറി നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം. ആ ഹാച്ചറി എല്ലാം ഇപ്പം ഞങ്ങൾ അടച്ചുപൂട്ടി. കാരണം ഇവിടെ പക്ഷിപ്പനിയും പന്നിപ്പനിയും വന്ന് ലക്ഷക്കണക്കിന് പക്ഷികൾ മരണപ്പെട്ടു. ശാസ്ത്രീയമായ പശു വളർത്തൽ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ബീന ദിവാകർ ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G വേണു ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ആലപ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ I റംല ബീബി, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അരുണോദയ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PV ഹരികുമാർ, R ദീപ, ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ N രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി നാട്ടുകാരും പങ്കെടുത്തു.